ഇതിൽ ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് പോലും നമ്മൾ കാതോർക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻ ആണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും രണ്ട് രാജ്യങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്നതാണ്. അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ചും നമുക്കറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രവാസികൾ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ നേരിടുന്ന ആക്രമണത്തിലേക്ക് പോലും വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ഇനിയുള്ള മണിക്കൂറുകളെല്ലാം നിർണായകമായി തന്നെ നമ്മൾ നോക്കിക്കാണുന്നതാണ്. അതാത് ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാസികൾ അവിടെ ഇപ്പോഴുള്ള മണിക്കൂറുകളിലെല്ലാം തുടരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം ഇനി നൽകാൻ പോകുന്ന നിർദ്ദേശങ്ങളടക്കം നമ്മൾ കേൾക്കാനായി തയ്യാറെടുക്കുകയാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ കൂടുതൽ കരുതലോടെ നീങ്ങുന്നു. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള മുൻകരുതലുകൾ പാലിക്കണമെന്ന നിർദ്ദേശം ഇന്ത്യൻ പൗരന്മാർക്ക് അതത് എംബസികൾ നൽകുന്നുണ്ട്. ഇതിൽ ഇസ്രയേലിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന ചർച്ചകളും ഇതിനോടകം തന്നെ വിദേശ മന്ത്രാലയം കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. ഈജിപ്റ്റ് ഒപ്പം ജോർദാൻ എന്നിങ്ങനെ രണ്ട് മാർഗങ്ങളിലൂടെ ആളുകളെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. ആളുകളെ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് ഇസ്രയേലിൽ ഇന്ത്യക്കാർ ഒരുപാടുണ്ട്, ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഏത് വിധേനെ പുറത്തെത്തിക്കും, ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. വിവിധ രാജ്യ നേതാക്കന്മാരുമായി, രാഷ്ട്ര തലവന്മാരുമായി എസ് ജയശങ്കർ അടക്കമുള്ള മന്ത്രിമാർ സംസാരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നു. ഏതായാലും അതിനിർണായകമായ വിവരം ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുന്ന സാഹചര്യം അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഏഷ്യൻ രാജ്യങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സജോ ചേരുന്നുണ്ട്. സജോ, ഈ കഴിഞ്ഞ വർഷം നടന്ന ആക്രമണത്തിൽ കുറച്ച് ദിവസങ്ങളാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചതെങ്കിലും അതിന്റെ പ്രത്യാഘാതം വലുതായിരുന്നു. ഒരു ദിവസം തന്നെ അത്തരമൊരു തീരുമാനമെടുത്താൽ ഉണ്ടാകുന്ന എഫക്റ്റിനെ കുറിച്ച് നമുക്ക് വളരെ നന്നായി തന്നെ അറിയാവുന്നതാണ്. അതിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹോർമുസിന്റെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഇറാനെ സംബന്ധിച്ചും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെങ്കിലും കുറേയധികം രാജ്യങ്ങളെ ബാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷെ അത്തരം നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനെ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചരക്ക് നീക്കത്തിലായാലും എണ്ണ വ്യാപാരത്തിലായാലും ലോകത്ത് തന്നെ ഇത്രയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യാപാര ക്രമമാണുള്ളത്. അത് താളം തെറ്റിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇന്ത്യയെപ്പോലും ബാധിക്കും. പലതിൻ്റെയും വിലക്കയറ്റം ഉൾപ്പെടെ ബാധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെയും അത് എഫക്റ്റ് ചെയ്യുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ക്രൂഡ് ഓയിൽ നീക്കത്തെ ബാധിക്കാൻ പോകുന്ന ഒരു തീരുമാനമാകും. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ വ്യാപാരത്തെ തന്നെ കുത്തനെ ഇടിക്കുന്ന ഒരു തീരുമാനം. അങ്ങനെ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കടക്കും. അത്തരത്തിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾ കൂടിയാണോ അതിൽ മുന്നിൽ നിൽക്കുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് എന്നത് ഇറാന്റെ വജ്രായുധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതോടുകൂടി ഈ ലോക വ്യാപാരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന കടലിടുക്കാണ് എന്നുള്ളതാണ്. പ്രതിദിനം കടന്നു പോകുന്നത് 1,67,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ഈ കടലിടുക്ക് വഴി കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ തീരുമാനം ബാധിക്കുക സൗദി അറേബ്യയാണ്, കുവൈറ്റിനെയാണ്, UAE ആണ്, ഇറാനെയാണ്. ഇറാന് കൂടി ആ ബുദ്ധിമുട്ട് ഉണ്ടാകുമെങ്കിലും വജ്രായുധം പ്രയോഗിക്കുകയാണ് ഇറാൻ എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതക നീക്കം തടസ്സപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന തീരുമാനത്തിലേക്ക് ഇറാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രത്യേകമായി കാണേണ്ടത്. പലയിടത്തും ഇറാന് എതിരെ അമേരിക്ക അടിക്കുമ്പോൾ, ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ വരുമ്പോഴെല്ലാം അതിന് ഉപയോഗിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ എയർ ബേസുകളാണ് എന്നത് കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടിരുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള കഴിഞ്ഞ തവണത്തെ യുദ്ധത്തിനിടെ അവസാന ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്നുള്ള മിസൈലും വ്യോമാക്രമണവും ഉണ്ടാകുമ്പോഴും അതിന് ഉപയോഗപ്പെടുത്തിയതും അതിന് സഹായം നൽകിയതും അമേരിക്കൻ എയർബേസുകൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള എയർബേസുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ഈ കടലിടുക്ക് അടയ്ക്കുന്നത് സഹായം ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായി ഓർക്കേണ്ടത്. ഇന്ത്യൻ കയറ്റുമതിയുടെ 13% ഈ കടലിടുക്കിലൂടെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. ഏതായാലും ഇന്ധന നീക്കം ഒരർത്ഥത്തിൽ ഭാഗികമായി നിലയ്ക്കുന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.
ലോകക്രമത്തെ തകിടം മറിക്കുന്ന തീരുമാനത്തിലേക്ക് ഇറാൻ പോകുമ്പോൾ സ്വാഭാവികമായും ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക്, മധ്യസ്ഥ ചർച്ചകളിലേക്ക്, യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ ചർച്ചകളിലേക്ക് പോകാനുള്ള സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. അതിനിർണായകമായ ഒരു തീരുമാനമാണ് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും റോഷ്നി. യെസ്, പുതിയ വിവരങ്ങൾ വരുന്നത് പ്രകാരം ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നടപടി ഉണ്ടാകും. ഇറാന്റെ ഡ്രോണുകൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ്. അതുമാത്രമല്ല, ഈജിപ്ത് വഴിയും ജോർദാൻ വഴിയും ആളുകളെ ഒഴിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുക. അതിനൊപ്പം തന്നെ ചിലി ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ അപലപിക്കുന്നുണ്ട്. അതിൽ പക്ഷം ചേരുന്നവരുണ്ട്. എന്തായാലും പലതരം രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന നിലപാടുകളെല്ലാം ഉറ്റുനോക്കുന്ന നിമിഷം തന്നെയാണ് ഈ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളടക്കം നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അറിയിക്കാം. ഈ കുവൈറ്റിലടക്കം പള്ളികളിലൊക്കെ സമൂഹ പ്രാർത്ഥന ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുകളുണ്ട്. പള്ളികളിലെ തറാവി നമസ്കാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണം അത് പൈശാചികമാണെന്ന് സിറിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, സൗദി കിരീടാവകാശി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകർത്താക്കളുമായി ഇതിനോടകം സംസാരിച്ചിട്ടുണ്ട്. അതിൽ UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ